പരിഷത്ത് ഷഷ്ടിപൂർത്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സംസ്ഥാന വാർഷിക സമ്മേളനം ഗുരുവായൂരിൽ നടന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന നാമജപ ഘോഷയാത്രയിൽ സന്യാസി വര്യന്മാരും ഗുരുശ്രേഷ്ഠന്മാരും അടക്കം ആയിരങ്ങളാണ് പങ്കെടുത്തത്. മാർഗദർശക് മണ്ഡൽ സംസ്ഥാന അധ്യക്ഷനും കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയുമായ സ്വാമി ചിദാനന്ദപുരി സമാപന സഭ ഉദ്ഘാടനം ചെയ്തു. शत्रुबुद्धि विनाशाय दीपज्योतिर्नमोस्तुते शिवो नमोस्तुते असतो मा सद्गमय तमसो मा ज्योतिर्गमय सुदुदो मा अमृतगमय സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ് ഈ നാമജപ ഘോഷയാത്രയിലേക്ക്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ് ഈ നാമജപ ഘോഷയാത്രയിലേക്ക്. Hare Krishna, Krishna Krishna, Hare Hare. ശുഭം കരോതു കല്യാണം ആരോഗ്യം സുഖസമ്പദാം ശത്രുബുദ്ധിവിനാശായ ദീപജ്യോതിർനമോസ്തുതേ ദീപജ്യോതി പരം ബ്രഹ്മ ദീപജ്യോതി ജനാർദ്ദന
ദീപോ ഹരതു മേ പാപം ദീപജ്യോതി നമോസ്തുതേ. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. 1964 ജന്മാഷ്ടമി ദിവസം ബോംബെയിലെ സാന്ദീപനി ആശ്രമത്തിൽ വച്ച് ലോകപ്രസിദ്ധനും തൃശൂർ ജില്ലക്കാരനുമായ പൂജനീയ ചിന്മയാനന്ദ സ്വാമികളാൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സംഘടനയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന ആഗോള ഹൈന്ദവ പ്രസ്ഥാനം. കേരളത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഭാരത കേസരി ശ്രീ മന്നത്ത് പത്മനാഭനായിരുന്നു. ഗുരുവായൂരിൽ വച്ചായിരുന്നു അന്ന് ഉദ്ഘാടന യോഗം നടന്നത്. ആ ഓർമ്മകൾ പേറിയാണ് ഇത്തവണ ഗുരുവായൂരിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങളും വാർഷിക സമ്മേളനവും നടന്നത്. കിഴക്കേ നടയിലെ മഞ്ജുളാൽ തറയിൽ സന്യാസി ശ്രേഷ്ഠന്മാരും മുതിർന്ന സംഘടനാധികാരികളും ചേർന്ന് നിലവിളക്ക് തെളിയിച്ച് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ക്ഷേത്രത്തിനെ വലം വെച്ചു നടന്ന നാമജപ ഘോഷയാത്രയിൽ ആയിരങ്ങളാണ് പങ്കാളികളായത്. ഘോഷയാത്രയിലെ അമ്മമാരുടെ പ്രാതിനിധ്യം ശ്രദ്ധേയമായി. തുടർന്ന് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിന് മുന്നിൽ പൊതുയോഗം നടന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ VR രാജശേഖരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിജി തമ്പി അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയംസേവക സംഘം ഭാരതത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് 1925-ലാണ്. അതിന് 40 വർഷത്തിന് ശേഷമാണ് ലോകത്തുള്ള ഏറ്റവും വലിയ ഹൈന്ദവ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്ത് ഭാരതത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ന് ഭാരതത്തിന് പുറത്ത് ഏകദേശം 80 രാജ്യങ്ങളിലൂടെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വലിയ വടവൃക്ഷമായി വിശ്വ ഹിന്ദു പരിഷത്ത് മാറിയിരിക്കുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് എന്നൊരു പ്രസ്ഥാനം ആരംഭിക്കുന്നതിനുള്ളൊരു സാഹചര്യം 1000-ഓളം വർഷത്തിൽ വൈദേശിക ഭരണം മൂലം വീർപ്പുമുട്ടിയ ഭാരതത്തിലെ ഹിന്ദു സമാജം എല്ലാ ഹൈന്ദവ ചിഹ്നങ്ങളും ഹൈന്ദവ ക്ഷേത്രങ്ങളും എല്ലാം നശിപ്പിക്കപ്പെട്ട് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കേണ്ടൊരവസ്ഥയിൽ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും ഭാരതം ഒരു ഹൈന്ദവ രാഷ്ട്രമായി മാറിയില്ല. സർദാർ വല്ലഭായ് പട്ടേലാണ് പ്രധാനമന്ത്രിയായി വന്നിരുന്നെങ്കിൽ ഭാരതത്തിന്റെ അവസ്ഥ ഇന്നിതാകുമായിരുന്നില്ല. ഇന്ന് നമ്മൾ ഭാരതം സ്വതന്ത്രമായിട്ട് 77-ാം പിറന്നാളാണെന്ന് ആഘോഷിച്ചത്. ഈ 77 വർഷം കഴിഞ്ഞിട്ടും ഇന്നും നമ്മൾ ആ വൈദേശിക ശക്തികളുടെ ആ ഭരണത്തിന്റെ ചെറിയ ചെറിയ ബാക്കിയിരിപ്പുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 വർഷമെങ്കിലായിട്ടുള്ളൂ ഭാരതത്തിൽ ഒരു ഹൈന്ദവ സമാജത്തിന് ഒരു പുതിയ ഉണർവ് വന്നിട്ട്. കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയും മാർഗദർശക് മണ്ഡലം സംസ്ഥാന അധ്യക്ഷനുമായ ചിദാനന്ദപുരി സ്വാമികളാണ് യോഗം ഉദ്ഘാടനം ചെയ്തത്. കാലത്തിനനുസരിച്ച് പരിവർത്തനത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യവസ്ഥകളും സമാജങ്ങളും മാത്രമേ ഇന്ന് വരെ ലോകത്തിൽ നിലനിന്നിട്ടുള്ളൂ. ഏത് രാജ്യത്തായാലും കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, സ്വയം ക്രമീകരിക്കാൻ പറ്റാത്ത, സ്വയം അഭിനവമാക്കാൻ കഴിയാത്ത ഒരു സമാജവും ലോകത്തിൽ നിലനിന്നിട്ടില്ല, നിലനിൽക്കില്ല. ഈ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ഹൈന്ദവ സമാജവും അനുഷ്ഠാന വിഷയങ്ങളിൽ, ആചാര വിഷയങ്ങളിൽ കാലാനുസൃതങ്ങളായ മാറ്റങ്ങളെ അടിസ്ഥാനം കൈവിട്ടുകൊണ്ട് ഒരു മാറ്റവും നമുക്ക് വേണ്ട. അടിസ്ഥാനം കൈവിടാതെ, ശ്രുത്യംശം കൈവിടാതെ സ്മൃതി അംശങ്ങളിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ. നമ്മുടെ ബംഗ്ലാദേശിലെ സഹോദരങ്ങൾക്ക് പ്രണാമാഞ്ജലികൾ, ആദരാഞ്ജലികൾ അർപ്പിച്ചു. അവർക്കതിനെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടാവട്ടെ എന്ന് സങ്കല്പിച്ചും പ്രാർത്ഥിച്ചും നമ്മുടെ എല്ലാവരുടെയും സങ്കല്പം ആ ഒരു വിഷയത്തിൽ ഉണ്ടാവണേ എന്ന് അഭ്യർത്ഥിച്ചും ഈ ഒരു 60-ാം വാർഷിക സമ്മേളനം എല്ലാവരുടെയും സങ്കല്പത്തോടു കൂടി
ഉദ്ഘാടനം ചെയ്തതായി പറയട്ടെ. നമസ്കാരം. ചിന്മയ മിഷൻ കേരള മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി, മാർഗദർശക് മണ്ഡലം കേരളം ജനറൽ സെക്രട്ടറി സ്വാമി സൽസ്വരൂപാനന്ദ സരസ്വതി തുടങ്ങിയ സന്യാസി ശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹ പ്രഭാഷണങ്ങൾ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങൾക്ക് മികവേറി. VHP ദേശീയ ജോയിന്റ് ജനറൽ സെക്രട്ടറി ശ്രീ സ്ഥാണു മാലയൻ മുഖ്യപ്രഭാഷണം നടത്തി. രാമപട്ടാഭിഷേകം നടന്ന അയോധ്യയിൽ വീണ്ടും ഹൈന്ദവ സ്വാഭിമാനത്തിൻ്റെ രാമവിഗ്രഹം പ്രതിഷ്ഠ ചെയ്തതിന് ശേഷമുള്ള ഹൈന്ദവ ഉത്ഥാനത്തിൻ്റെ ഒരു സംഭവത്തിലാണ്, ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ റോക്കറ്റ് ലാൻഡിങ് നടക്കും, PSLV കൊണ്ടുപോകും, അത് ഭൂഗുരുത്വാകർഷണം വരയ്ക്കും കൊണ്ടുപോകും, ഭൂമിയുടെ ആകർഷണ വലയം വരയ്ക്കും. അതിനുശേഷം അത് തീരെ വരും. അതേപോലെ 60 വർഷം കഴിഞ്ഞതിന് ശേഷം ഇത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ രണ്ടാമത്തെ പ്രയാണമാണ് ലക്ഷ്യത്തിലേക്ക്. കാരണം കഴിഞ്ഞ 30-35 വർഷങ്ങളായിട്ട് രാമജന്മഭൂമിക്ക് വേണ്ടി നിരന്തരം പോരാട്ടങ്ങളും എന്തെല്ലാം കഷ്ടതകളും അനുഭവിച്ച ഒരു സംഘടനയുടെ പ്രവർത്തകരുമാണ്. ആ വിജയത്തിൻ്റെ സാക്ഷികളായിട്ട് ലോകം മുഴുവനുമുള്ള 80-ൽ അധികം രാജ്യങ്ങളിലുള്ള ഹിന്ദുക്കൾ ഒന്നിച്ചു ചേർന്ന് 110 ചാർട്ടർ വിമാനങ്ങളിൽ ഭാരതത്തിലെ പ്രമുഖ വ്യക്തികൾ വന്ന് ആ രാമന് അയോധ്യയിൽ മര്യാദാ പുരുഷോത്തമൻ രാമന് ക്ഷേത്രം നിർമ്മിച്ച ആ സംഘടനയുടെ വീരന്മാർ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. VHP ദേശീയ ജോയിന്റ് സെക്രട്ടറിമാരായ ശ്രീ നാഗരാജ്, ശ്രീ വെങ്കിടേഷ്, ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറി ശ്രീ കേശവരാജു, സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. വിശ്വ ഹിന്ദു പരിഷത്ത് കേരളത്തിന്റെ ചാനലായ ഹിന്ദു വിശ്വാസ് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നതിന് യൂട്യൂബിൽ നിന്ന് ലഭിച്ച സിൽവർ പ്ലേ ബട്ടൺ ചടങ്ങിൽ അനാച്ഛാദനവും ഹിന്ദു വിശ്വമാസികയുടെ പ്രചാര മാസാചരണ പരിപാടിയുടെ ഉദ്ഘാടനവും യോഗത്തിൽ നടന്നു. തുടർന്ന് നടന്ന സംസ്ഥാന വാർഷിക പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 500ഓളം പ്രതിനിധികൾ പങ്കെടുത്തു.